ആൻസീന. ഞാൻ വയനാട്ടിൽ നിന്ന് കൽപ്പറ്റയിൽ നിന്ന് വരുന്നു. എനിക്ക് നിരാശയായിരുന്നു. എൻ്റെ ഭർത്താവ് മരിച്ച് 2 പെൺകുട്ടികൾ, 2ആളെയും കെട്ടിച്ചു. പിന്നെ എനിക്കൊരു ആശ്രയില്ല, സ്വന്തം വീടില്ല. അങ്ങനെ മാതാവിൽ എനിക്ക് വിശ്വാസം ആദ്യം ഉണ്ടായിരുന്നു. ഞാൻ കൊന്ത ചെല്ലായിരുന്നു. എന്നിട്ട് ഞാൻ ആകെ നിരാശ, ഓരോ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയി ഒരാഴ്ചയൊക്കെ നിൽക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. അവിടുത്തെ പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് സങ്കടമാവും. എനിക്ക് നിരാശയായിട്ട് ഞാൻ മരിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം രാത്രി, എനിക്കപ്പോൾ പേടിയൊന്നും തോന്നില്ല. ഞാൻ ഒരു ബ്ലേഡ് എടുത്ത് കാട്ടി കയറി ഞരമ്പ് കട്ട് ചെയ്ത് മരിക്കാൻ വേണ്ടി തീരുമാനിച്ച്. എന്നിട്ട് കുറേ രാത്രിയായി കഴിഞ്ഞപ്പോൾ ഞാൻ ബ്ലേഡ് എടുത്തിട്ട് ഞരമ്പ് കട്ട് ചെയ്യാൻ വേണ്ടി ബ്ലേഡ് എടുത്തപ്പോൾ എനിക്ക് തോന്നി മരിക്കുകയല്ലേ, അവസാന നേരത്തൊന്ന് പ്രാർത്ഥിക്കാമെന്ന്. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ പേടി തോന്നി. അപ്പോൾ ഞാൻ വെച്ചാൽ എല്ലാം മരിക്കാന്ന് വെച്ചാൽ പിന്നെ നോക്കും ബ്ലേഡ് കാണുന്നില്ല. അപ്പോൾ പിന്നെ എനിക്ക് റോഡുമേൽ ഇറങ്ങണം എന്ന് തോന്നി. വേഗം ഞാൻ എങ്ങനെയൊക്കെയോ പേടിച്ച് റോഡുമേൽ ഇറങ്ങി. എൻ്റെ നാത്തൂൻ പറഞ്ഞു, ഇവിടെ ധ്യാനം നടക്കുന്നുണ്ട്, ചേച്ചി ഒരുങ്ങിക്കോ, ആരോടും പറയണ്ട, ചേച്ചി ഒരുങ്ങിക്കോ, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വീട്ടിൽ നിന്ന് ആരോടും പറയാണ്ട് ആ വീട്ടിൽ പ്രാർത്ഥിച്ച്. ഞാൻ എൻ്റെ കയ്യിൽ 1000 രൂപ ഉണ്ടായിരുന്നു. അതും കൊണ്ട് ഞാൻ ഉള്ള ഡ്രസ്സ് എടുത്ത് ബാഗിലാക്കിയിട്ട് ഞാൻ പറയാണ്ടാണ് വന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇനി ഞാൻ തിരിച്ചങ്ങോട്ട് പോകുകയെന്ന്. അതൊന്നും എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, അവസാനത്തെ ഒരു ആശ്രയത്തിലേക്ക് ഞാൻ വന്നേക്കണേ. ഇനി ഞാൻ അവിടുന്ന് തിരിച്ചു പോകണമെങ്കിൽ മാതാവ് എന്നെ രക്ഷിക്കണം, അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് പോകില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങോട്ട് കയറി പ്രാർത്ഥിച്ചു. ബ്രദർമാരൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്ന വചനം മുത്തുമണി പോലെ എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ എടുത്തു വെച്ചു. അങ്ങനെ കുറേ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ആ മൂലയിലാണ് കിടക്കുന്നത്. രാത്രിയാണ് സമയത്ത് ആ കർട്ടൻ ഇങ്ങനെ പൊക്കിയിട്ട് ഞാൻ മാതാവിനെ നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ഒരുപാട് അനുഗ്രഹം തന്നു മാതാവ്. എനിക്ക് തിരിച്ചു ചെല്ലണ സമയത്ത് എനിക്ക് കുറേ ഒരുക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് അനുഗ്രഹം തന്നു. എന്നെ കൗൺസിലിംഗ് നടത്തിയ ബ്രദറിന്, എന്നെ കുമ്പസാരം നടത്തിയ അച്ഛന്, ഇവിടെയുള്ള എല്ലാ ബ്രദർമാർക്കും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. സഹോദരി മരിക്കാൻ തീരുമാനമെടുത്തിരുന്നു അല്ലേ? കർത്താവ് ഇവിടെ കൊണ്ടുവന്നു, ജീവൻ തന്നു, രക്ഷ തന്നു, ദൈവത്തെ കണ്ടു അല്ലേ? ഇനിയുള്ള ജീവിതം ഐശ്വര്യക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇനി ഐശ്വര്യക്ക് വേണ്ടി ജീവിക്കണം കേട്ടോ. യേശുവിൻ്റെ സാക്ഷിയായിരിക്കുക. ഒരു കാര്യം ഓർക്കുക, സഹോദരി മരിക്കാൻ വേണ്ടി പോയി, ദൈവം അനുവദിച്ചില്ല അവിടെ. അത്രമാത്രം കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു, അത്രമാത്രം ഈശോയും മാതാവ് സ്നേഹിക്കുന്നു. മരിക്കാൻ അനുവദിച്ചില്ല, ഇവിടെ കൊണ്ടുവന്ന് വചനം ശ്രവിക്കാനും ദൈവത്തെ അറിയാനും ഇടവരുത്തി. ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ്. എന്നും കർത്താവിൻ്റെ നാമം നിൻ്റെ മേലുണ്ടാകട്ടെ, കർത്താവിൻ്റെ സംരക്ഷണം നിൻ്റെ മേൽ, നിൻ്റെ മക്കളുടെ മേലുണ്ടാകട്ടെ. മരിച്ചുപോയതിൻ്റെ ഭർത്താവിൻ്റെ ആത്മാവിന് രക്ഷയും വിടുതലും പാവപ്രതി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ മഴ ഞെരുക്കുന്ന ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെ മേലും കർത്താവിൻ്റെ അനുഗ്രഹം കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സകലവിധ ശാപങ്ങളിൽ നിന്ന്, ബന്ധനങ്ങളിൽ നിന്ന് ഇപ്പോൾ മോചിത തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബം തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന സ്പിരിറ്റ് അഭിഷേകത്തിൻ്റെ മുദ്രയാൽ സഹോദരി നീ എന്നും അനുഗ്രഹമായിരിക്കുക, എന്നും നീ അനുഗ്രഹമായിരിക്കുക. ആമേൻ. എൻ്റെ പേര് സാലി. എനിക്ക് 3 വർഷമായിട്ട് ബോൺ ക്യാൻസർ ആയിരുന്നു. എനിക്കിവിടെ വന്നപ്പോഴെല്ലാം ഭയങ്കര വേദനകളായിരുന്നു. സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും ഒന്നും വയ്യാതെ ഞാൻ അവിടെ താഴെ കിടക്കുകയായിരുന്നു. എനിക്ക് ഇവിടെ വന്ന് 2 ദിവസത്തേന് ഒരു മാറ്റവും വന്നില്ല. ഗുളിക കഴിച്ചുകൊണ്ടിരുന്നു. 3ാമത്തെ ദിവസം തൊട്ട് ഞാൻ ഗുളികയെല്ലാം മാറ്റിവെച്ചു. എനിക്കിപ്പോൾ നല്ല സൗഖ്യമുണ്ട്. എനിക്കിപ്പോൾ കുനിയാൻ മേലായിരുന്നു, സ്റ്റെപ്പ് കയറാൻ മേലായിരുന്നു. ഇപ്പോൾ ഞാൻ പോയി കാപ്പി കുടിക്കാനും ബാത്റൂമിലും എല്ലാം പോകുന്നുണ്ട്. എനിക്ക് എല്ലാത്തിനും തന്ന ദൈവത്തിന് എനിക്ക് 100,000 നന്ദി പറയുന്നു. ഹല്ലേലൂയ. കർത്താവ് അത്ഭുതം ചെയ്തു. ബോൺ ക്യാൻസർ ആയിരുന്ന ഈ ചേച്ചിയുടെ രോഗം കർത്താവ് സൗഖ്യപ്പെടുത്തി. നമ്മുടെ ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഷാൻസി. എൻ്റെ നാത്തൂൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാനിവിടെ സാക്ഷ്യം പറയുന്നത്. 2 മാസങ്ങൾക്ക് മുമ്പ് അവനൊരു പനിയുണ്ടായി. പെട്ടെന്ന് ബോധം കെട്ടുപോവുകയും കോട്ടയത്തെ കാരിത്താസ് ആശുപത്രിയിൽ ചെന്നപ്പോൾ അവർ അമൃതയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. 24 മണിക്കൂർ കഴിഞ്ഞാണ് അവർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത്. എന്തുകൊണ്ടെന്നാൽ കുഞ്ഞ് മരിച്ചു പോകുന്നവർക്ക് ഉറപ്പായിരുന്നു. 24 മണിക്കൂർ കഴിഞ്ഞ് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അവന് തലയിൽ വെള്ളം കെട്ടുന്ന അസുഖമാണെന്ന് അവർ കണ്ടെത്തി. പക്ഷേ കാരണം എന്താണെന്ന് അവർക്ക് ആർക്കും പിടികിട്ടിയില്ലായിരുന്നു. ഉടനെ തന്നെ അവർ താൽക്കാലികമായിട്ട് ഒരു ഷണ്ട് ഇട്ടു, കുഞ്ഞിൻ്റെ ഫ്ലൂയിഡ് തലയിൽ നിന്ന് പോകുവാൻ വേണ്ടി.
പക്ഷേ എന്നിട്ടും ഫ്ലൂയിഡ് പോകുന്നതനുസരിച്ച് പിന്നെയും ഫ്ലൂയിഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുമായിരുന്നു. അതുകൂടാതെ നട്ടലിലേക്ക് ഫ്ലൂയിഡ് പോകുന്നുമില്ലായിരുന്നു. കുഞ്ഞ് നിലത്ത് കാലൊന്നും കുത്തുകയില്ലായിരുന്നു. കൂട്ടായ്മകളിലേക്കും ഫോൺ വിളിച്ച് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിരുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർമാരൊരു തീരുമാനമെടുത്തു, പെർമനൻ്റ് ആയിട്ട് ഷണ്ട് ഇടാം, ഒന്നുകിൽ കുഞ്ഞ് തളർന്നു പോകും അല്ലെങ്കിൽ കുഞ്ഞിന് കാഴ്ച ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. വിശ്വസിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഡോക്ടർമാർ ഓപ്പറേഷൻ നടത്താമെന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് യാതൊരു ഉത്തരവാദിത്വമില്ലായിരുന്നു കുഞ്ഞിൻ്റെ കാര്യത്തിൽ. എന്തുകൊണ്ടെന്നാൽ ഒരിക്കലും അങ്ങനെ ഒരു സംഭവം നടക്കത്തില്ലെന്ന് അവർക്കറിയായിരുന്നു. കുഞ്ഞിൻ്റെ തലയിലെ 3 വെൻട്രിക്കിളിൻ്റെ ഭാഗങ്ങളിൽ ജീർണിച്ചു പോയിരുന്നു. ആകെ ഒരു വെൻട്രിക്കിൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. തലയിൽ വെള്ളം കിട്ടി നീര് വന്നിരുന്നതുകൊണ്ട് അവർക്ക് ഒരു തരത്തിലും ഒരു ഇൻസ്ട്രുമെൻറ്റും തലയിൽ ഇടുവാനോ ചെയ്യുവാനോ പാടായിരുന്നു. പിന്നെ അവർ ഒരു ദിവസം ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. പക്ഷെ അന്ന് 8 മണിക്ക് പറഞ്ഞിരുന്ന ഓപ്പറേഷൻ ഡോക്ടർമാർ മാറ്റിവെച്ചു. ഞങ്ങൾ ആ സമയത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 10 മണിക്ക് ഓപ്പറേഷൻ നടത്താമെന്ന് പറഞ്ഞു. ഒരിക്കലും സാധ്യമല്ലാത്ത 4ാമത്തെ വെൻട്രിക്കിളിൻ്റെ സൈഡിൽ കൂടെ ഡോക്ടർമാർക്കൊരു ഹോൾ ഇടുവാനും കുഞ്ഞ് പൂർണ്ണസ്ഥിതിയിലാകുവാനും സാധിച്ചു. ഇപ്പം കുഞ്ഞിൻ്റെ ദേഹത്തൂടെ ഫ്ലൂയിഡ് എല്ലാം കറക്റ്റായിട്ടാണ് ഒഴുകുന്നത്. ഇപ്പോൾ അവൻ നടക്കുകയും ഒരു കുഴപ്പവുമില്ലാതെ വളരെ വളരെ നന്നായിട്ട് അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടെടുക്കുന്നു. യേശുവിൻ്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടി സ്പിരിറ്റ് ജീസസിലൂടെ എനിക്ക് കിട്ടിയ ഈ സൗഖ്യം ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ലില്ലി ആൻ്റണി. ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. എനിക്ക് സൗഖ്യം കിട്ടിയത് എൻ്റെ കാല് ഞാൻ തെന്നി വീണ് ഒന്നൊടിഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ ഭയങ്കര ഭയമായിരുന്നു. അപ്പോൾ എൻ്റെ മകള് ഡോൺ ബ്രദർ വിളിച്ച് സംസാരിച്ച് എൻ്റെ അമ്മ ഇങ്ങനെ കാലൊടിഞ്ഞ് ആസ്പത്രി കിടക്കുക, ഓപ്പറേഷൻ ചെയ്യാൻ പോവുക, എനിക്ക് ഓപ്പറേഷൻ കൂടാതെ സൗഖ്യപ്പെടണമെന്ന്. അപ്പോൾ ബ്രദർ പറഞ്ഞ് അമ്മയുടെ ചെവിയിലോട്ട് ഫോൺ കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ ബ്രദർ എൻ്റെ ചെവിയിൽ തന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. ആ ഭയം എടുത്തു മാറ്റി ഓപ്പറേഷൻ കൂടാതെ എൻ്റെ കാല് സൗഖ്യപ്പെടുത്തി. പിന്നെ എനിക്ക് ഈ ഒടിഞ്ഞതിന് ശേഷം എനിക്ക് കാല് മുട്ട് മടക്കി പരിശുദ്ധ കുർബാന ആരാധിക്കാനോ പള്ളിയിൽ പോകുമ്പോൾ മുട്ട് കുത്താനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. സ്റ്റെപ്പ് കയറാനൊക്കെ വലിയ പാടായിരുന്നു. ഇപ്പം ഞാൻ സ്റ്റെപ്പ് ഈ കമ്പിയിൽ പിടിച്ചാണ് കയറുന്നത്. ഞാൻ പിടിക്കാതെ കയറി നോക്കട്ടെന്ന് പറഞ്ഞ് ഞാൻ ചില സമയം പിടിക്കാതെ കയറുമ്പോൾ നല്ല സ്പീഡിൽ എന്നെ കൊണ്ടുപോകുന്നു കർത്താവ്. അപ്പം ഈ മുട്ട് മടക്കി എനിക്ക് സൗഖ്യം തന്ന് വെരിക്കോസിൻ്റെ ഒക്കെ അസുഖം ഉണ്ടായിരുന്നു. ഇപ്പം നല്ല രീതിയിൽ മുട്ട് മടക്കി കുത്താം. അതുകൊണ്ട് ദൈവത്തിന് നന്ദി, സ്തുതി, ആരാധനയും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇവിടെ വന്നപ്പോൾ എനിക്ക് ചങ്ങിൻ്റെ അകത്ത് വേദനയും വയറിന് വേദനയും കാലിന് വേദനയും എല്ലാം ഉണ്ടായിരുന്നു. ചങ്ങിൻ്റെ അകത്ത് 4 ബ്ലോക്കാണ് ഇത് ECG എടുത്തപ്പം പറഞ്ഞത്. അത് 80%, 3 40% ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുന്നതായിരുന്നു. വേദന മാറി കിട്ടി. പ്രൈസ്തോളാണ്. എല്ലാത്തിനും സൗഖ്യം തന്നതിന് ദൈവത്തിന് നന്ദി. കണ്ണൂരിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ കാലിന് മുട്ടിന് വേദന ആയിരുന്നു. എനിക്ക് സ്റ്റെപ്പൊന്നും ഇറങ്ങാൻ പറ്റുകയില്ലായിരുന്നു. ഈ ആരാധനയുടെ ടൈമിൽ തന്നെ എൻ്റെ കാലിന് മുട്ടിന് ഇപ്പോൾ യാതൊരു കംപ്ലൈൻറ്റും ഇല്ല വന്നു. പിന്നെ അതുകൂടാതെ ഞാനിവിടെ പറയാൻ വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ ധ്യാനത്തിന് വരാനുള്ളൊരു കാരണമുണ്ട്. സ്പിരിറ്റ് ജീസസിൻ്റെ 2 ദിവസത്തെ കൂട്ടായ്മയ്ക്ക് അമ്മ പോയതേ ഉള്ളൂ. ആ 2ാമത്തെ ദിവസം തന്നെ എൻ്റെ കംപ്ലീറ്റ് ബാധ്യത എടുത്ത് തീർക്കാൻ വേണ്ടി എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ വാഗ്ദാനം ചെയ്തു 18 ലക്ഷം രൂപ. എന്നിട്ട് എൻ്റെ സ്ഥലം എറണാകുളത്ത് രൂപേതിലുള്ളൊരു അച്ഛൻ അവിടെ 6 ഏക്കർ 45 സെൻറ്റ് സ്ഥലം, എൻ്റെ സ്ഥലം അവരെടുത്തിട്ട് കംപ്ലീറ്റ് കച്ചവടമായി. ഇനി കംപ്ലീറ്റ് ബാധ്യത അവർ തീർത്തു തന്നു. സ്പിരിറ്റ് ജീസസിൻ്റെ അകത്ത് വന്നതിന് ശേഷം മാത്രമാണ് പല ധ്യാനത്തിനകത്ത് ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ ഒരു അനുഭവം വന്നിട്ടില്ല. എനിക്ക് കുടുംബത്തിലും എൻ്റെ വീട്ടിലും എൻ്റെ മക്കൾക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷത്തിലാണുള്ളത്. എനിക്ക് ഇതെന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്ന് വെച്ചാൽ 18 ലക്ഷം രൂപ പല ആൾക്കാരും ബന്ധപ്പെട്ടിട്ടും 18 വർഷമായിട്ട് ബന്ധപ്പെടാത്ത ആൾക്കാരില്ല. എന്ന് വെച്ചാൽ ഇത് പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട്. അത്രയും വലിയ പ്രശ്നമാണ് ഇതിനകത്ത് ഈ കൂട്ടായ്മ വന്നതിന് ശേഷം എനിക്ക് തീർക്കാൻ കഴിഞ്ഞത്. ദൈവമേ സ്തുതി. ഹല്ലേലൂയ.